ശ്രീ ജോസഫ് സി മാത്യു, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങയെ പറ്റി പറഞ്ഞ വിമർശനത്തിന് അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ മറുപടി പറയാം. അങ്ങ് പക്ഷപാതപരമായി നിരീക്ഷണം നടത്തുന്നുവെന്ന്. പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ജയിക്ക് പറയുന്നതിലൂടെയും വ്യക്തമാവുകയാണ്, CPM ഈ കാര്യത്തിൽ പിന്നോട്ടില്ല. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അശോക് ചവാന്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നിലവിളി ശബ്ദം CPM-ൽ നിന്ന് ഉയരില്ല എന്ന്. അത് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നേരിടാനുള്ള നിലപാടായി തന്നെ താങ്കൾ കാണുന്നുണ്ടോ, അതോ പിന്നെയും ഈ സതീശൻ പൊതുവിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടോ? വേണു, ഇത് ഗോപാലകൃഷ്ണൻ വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, എനിക്കൊരു പക്ഷം ഉള്ള ആൾ തന്നെയാണ്, അങ്ങനെ നിഷ്പക്ഷവാനൊന്നും ആണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. തീർച്ചയായിട്ടും BJPക്ക് എതിരായിട്ടുള്ള ശക്തമായ ഒരു പക്ഷം എനിക്കുണ്ട്. അദ്ദേഹം ഇവിടെ അന്നേരം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അവർക്ക് നിലപാടെടുക്കാൻ, എതിർ രാഷ്ട്രീയ കക്ഷികൾക്കെതിരായിട്ട് നിലപാടെടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു. രണ്ട്, BJPയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ജയിക്കാതിരിക്കുന്നത് പലപ്പോഴും കോൺഗ്രസോ CPM-ഓ ക്രോസ് വോട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രധാന എതിരാളികൾക്കെതിരായിട്ട് അത്തരത്തിൽ അവരെ പരാജയപ്പെടുത്താനുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ അവർക്കും അവകാശമുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോടും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ ഇത് രണ്ടും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മുടെ ആക്ഷേപം എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് BJPക്ക് അവരുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഒന്നല്ല. അവർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് നിയമം വഴി സ്ഥാപിതമായ ഇന്ത്യ രാജ്യത്തിൽ എല്ലാവരോടും തുല്യമായും പ്രീതിയോ വിദ്വേഷമോ ഇല്ലാതെ, ഞാൻ അതെല്ലാം ആവർത്തിക്കുന്നില്ല, അങ്ങനെ പ്രവർത്തിക്കുമെന്നാണ്. നമ്മുടെ ആക്ഷേപം അതുതന്നെയാണ്. ഇവരുടെ എക്സിക്യൂട്ടീവിനെ ഇവരുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. അതിനെയാണ്, അത് നിയമവിരുദ്ധമാണ്, അത് എല്ലാ ധാർമ്മികതയ്ക്കും എതിരാണ്, അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത്, ഈ അഴിമതി കേസുകളൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും, അത് അന്വേഷിക്കുകയും വേണം. ആ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അഴിമതിക്കാരാണെന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു ഗൂഢനീക്കവും കൂടി ഇവർ തൊരുകിക്കയറ്റുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കേജ്രിവാളിൻ്റെയും ശ്രീ തോമസ് ഐസക്കിനെതിരെയുള്ള കേസിനെയും മാസപ്പടിയും കരുവന്നൂരുള്ള കേസിനെയും വേർതിരിച്ച് കണ്ടത്. അതുകൊണ്ട് ED ചെയ്യുന്നത് ഒന്നുകിൽ എല്ലാം ശരി അല്ലെങ്കിൽ എല്ലാം തെറ്റ് എന്നൊരു നിലപാടേ എടുക്കാൻ പാടുള്ളൂ എന്നും, കോടതിയുടെ കാര്യവും അങ്ങനെ തന്നെ, അങ്ങനെയൊക്കെ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ ഈ പറഞ്ഞതുപോലെ നമുക്കിത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഉള്ളത്. എല്ലാം സർക്കാരുകളെയോ എല്ലാം അന്വേഷണ ഏജൻസികളെയോ ഏൽപ്പിക്കാവുന്ന തരത്തിൽ നിയമവിധേയമായോ സത്യസന്ധമായോ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമോ അന്വേഷണ ഏജൻസിയോ നിർഭാഗ്യവശാൽ നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണ്, ജാമ്യം കൊടുത്തില്ല. ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചാണ് ജാമ്യം കൊടുക്കുക. അതുകൊണ്ടാണ് PMLA ആക്ട് പ്രകാരം ഇവർ കേസെടുക്കുന്നത്. ഇപ്പോൾ കേജ്രിവാളിൻ്റെ വിഷയത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു അഴിമതി കേസാണ്, സംശയമില്ല എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ ഒരു അഴിമതി അതിലില്ല. അതവിടെ നിൽക്കട്ടെ, അതെൻ്റെ മനസ്സിലാക്കലിൻ്റെ പരിമിതിയാണെന്ന് വിചാരിക്കുക. സർക്കാരിന് ലാഭം ഉണ്ടാക്കിയ ഒരു വിഷയത്തിൽ വേറെ ചിലർക്കും കൂടുതൽ പണം ഉണ്ടായി എന്നാണ് ആരോപണം തന്നെ. ഇപ്പോൾ കേജ്രിവാളിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതിലെന്താ എഴുതിയിരിക്കുക. സാക്ഷി മൊഴികളല്ലാതെ പോളിസി ഡിസിഷൻ ഈ മുഖ്യമന്ത്രി അറിഞ്ഞെടുത്താണ്. സംശയമില്ല, കേജ്രിവാളിനെ പോലെ ഒരു മുഖ്യമന്ത്രി അറിയാതെ അവിടെ ഒരു നയപരമായ തീരുമാനം എടുക്കും എന്ന് നമുക്ക് കരുതാൻ വയ്യ. അത് അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. പക്ഷേ അതുകൊണ്ട് എന്താണ്, അങ്ങനെ നയപരമായ ഒരു തീരുമാനം എടുക്കുക വഴി ആം ആദ്മി പാർട്ടിക്ക് പണം കിട്ടുകയും ആ പണം ഗോവയിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് ഇവരുടെ ആരോപണം. വാദത്തിനു വേണ്ടി ആരോപണം പൂർണ്ണമായി ശരിയാണെന്ന് വിചാരിക്കുക. ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള നയപരമായ തീരുമാനം എടുക്കുകയും ആ നയപരമായ തീരുമാനം വഴി കർണാടക ഇലക്ഷൻ ഒരു സെപ്പറേറ്റ് വിൻഡോ വേണമെന്ന് ആവശ്യപ്പെട്ട് തുറന്നു കൊടുപ്പിച്ച ആളാണ് പ്രധാനമന്ത്രി. അങ്ങനെ പാർട്ടിയുടെ ഫണ്ടിലേക്ക് പണം സ്വീകരിക്കുകയും ചെയ്ത ശ്രീ നരേന്ദ്രമോദിക്കും JP നദ്ദയ്ക്കുമൊക്കെ എതിരെ എന്താണ് കേസെടുക്കാത്തത്? തുല്യനീതി നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ആദ്യം കേസെടുക്കേണ്ടത് ശ്രീ നരേന്ദ്രമോദിക്കെതിരെയല്ലേ? അതില്ലാതെ
പിന്നെ ഈ അദ്വൈതം എല്ലാം പറഞ്ഞാൽ ആരെ ബോധ്യപ്പെടുത്താനാണ്? അതുകൊണ്ടാണ് ഇതിനെ വേർതിരിച്ച് കാണേണ്ടി വരുന്നത്. നിങ്ങളൊരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ മുന്നിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഴിമതിക്കാരാണെന്ന് തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് അശോക് ചവാന് കരയേണ്ടി വരുന്നത്. അദ്ദേഹം കട്ടിട്ടുണ്ടാവാം, പക്ഷെ കട്ടിട്ടുള്ളവരെല്ലാം ശിക്ഷിക്കപ്പെടുകയും വേണം. പക്ഷേ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്ത് വേണം? ഇപ്പുറത്തോട്ട് മാറി നിൽക്കണം. അങ്ങനെ ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒരു നിയമ സംവിധാനമല്ലേ നിങ്ങൾ സൃഷ്ടിച്ചു വെക്കുന്നത്? ഇതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ വരച്ച് കാണിക്കുന്ന ചിത്രം. എന്നിട്ട് ഈ അഴിമതിക്കാരെ വേണോ ഞങ്ങളെ വേണോ എന്നാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ നമ്മൾ പരാമർശിച്ചു വന്ന വിഷയത്തിൽ, കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയത്തിൽ, നിശ്ചയമായും ഇവിടെ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ പണം വക്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് എന്നുള്ളതിൽ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സെക്ടർ. ഇതിനെ എങ്ങനെയാണ് തകർക്കുന്നത്? ആരാണ് തകർക്കുന്നത്? ഒരു കൂട്ടർ മാത്രമാണ്. എന്താണ് AR നഗർ ബാങ്കിനെ കുറിച്ച് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് ശ്രീ ജലീൽ ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ജലീലിൻ്റെ വായ തുന്നിക്കെട്ടിയത് ആരാണ്? അപ്പോൾ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വളരെ സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്നു എന്നുള്ളത് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഒരു പരിധിയുമില്ലാതെ നീങ്ങുകയും ഇവിടെ അനേകം പേര് ആത്മഹത്യയിലേക്ക് പോകേണ്ട രീതിയിൽ അവരുടെ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. ഇത് പരിഹരിക്കുന്നതിൽ സംസ്ഥാനത്തെ ഭരണം നിർവഹിക്കുന്ന CPM-നും പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികൾക്കും എല്ലാം വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇവരതൊന്നും ചെയ്യാതെ ഇത് അന്വേഷിക്കാൻ വരുന്നത് കേജ്രിവാളിൻ്റെയും ഐസക്കിൻ്റെയും ഒക്കെ കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ വൈരനിര്യാതനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. സംസ്ഥാനത്തുള്ള അന്വേഷണ ഏജൻസികളാകട്ടെ ഇത് അന്വേഷിക്കുകയോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്യുന്നതിന് പകരം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് പവർ മുഴുവൻ ഉപയോഗിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വളരെ തുറന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഇതിനെ കൗണ്ടർ ചെയ്യുമെന്നുള്ളൊരു പ്രസ്താവന കൊണ്ട് മാത്രം ഇതിനെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ശരി.